പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ ആ മക്കളെ നമ്മുടെ പരീക്ഷ ഇങ്ങ് എത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റഗ്രേഷനിൽ ഫുൾ മാർക്ക് തന്നെ നമുക്ക് വാങ്ങിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതേതാണ് ചോദ്യം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ മക്കളെ? അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് ആ ക്വസ്റ്റ്യൻ? യെസ്, വണ്ടികൾ വാഹനങ്ങളെ ശരിയായി തരംതിരിക്കുക. അപ്പോൾ ഇവിടെ കുറേ വാഹനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ തരംതിരിച്ച് എഴുതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഏതൊക്കെ വാഹനങ്ങളാണ് തന്നിട്ടുള്ളത് നോക്കിക്കേ. യെസ്, ആദ്യം നമ്മുടെ കാളവണ്ടി ഉണ്ട്, പിന്നെ നമ്മുടെ ഹെലികോപ്റ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ തീവണ്ടി ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ഓട്ടോറിക്ഷ ഉണ്ട്, വഞ്ചിയുണ്ട്, കപ്പലുണ്ട്, കഴിഞ്ഞിട്ടില്ല, പിന്നെ നമ്മുടെ കാറുണ്ട്, ബസ്സുണ്ട്, ബോട്ടുണ്ട്, വിമാനമുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വാഹനങ്ങൾ തരും. എന്നിട്ട് നിങ്ങളോട് തരംതിരിച്ച് എഴുതാൻ പറയും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തരംതിരിച്ച് എഴുതുന്നത് നോക്കിക്കേ. കരയിലൂടെ സഞ്ചരിക്കുന്നവ, ഒന്നാമത്തെ തരം എന്താണ്? കരയിലൂടെ സഞ്ചരിക്കുന്നവ, അതായത് റോഡിലൂടെയൊക്കെ പോകുന്ന വാഹനങ്ങൾ. അടുത്തത് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവ, പുഴയിലൂടെയും കടലിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവ. അടുത്തതാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവ, പക്ഷികളെ പോലെ ആകാശത്തിൽ കൂടെ ഇങ്ങനെ പോകുന്ന വാഹനങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ ഈ കണ്ട വാഹനങ്ങളെല്ലാം നമുക്കിങ്ങനെ 3ആയിട്ട് തരംതിരിക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ റെഡി അല്ലേ മക്കളെ? എങ്കിലിതാ ഒന്നാമത്തെ വാഹനം എന്താ നോക്കിക്കേ. ഒന്നാമത്തെ നമ്മുടെ കാളവണ്ടിയാണല്ലേ. നമ്മുടെ കാളവണ്ടിയാണ്. കാളവണ്ടി ഏത് തരം വാഹനമാണ്? കരയിലൂടെ സഞ്ചരിക്കുന്നതാണോ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതാണോ, അതോ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതാണോ? നമ്മുടെ കാളവണ്ടി എന്ന് പറയുന്നത് കരയിലൂടെ സഞ്ചരിക്കുന്നവയാണല്ലേ. നമ്മൾ കാണാറുണ്ട്, റോഡിലൂടെ കാളവണ്ടി പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് ഏത്? നമ്മുടെ കാളവണ്ടി. അടുത്തത് ഏതാ നോക്കിക്കേ. നമ്മുടെ ഹെലികോപ്റ്റർ ആണ്. ഹെലികോപ്റ്റർ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ആകാശത്തിലൂടെയാണല്ലേ. ആകാശത്തിലൂടെയാണ് നമ്മുടെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അതിവിടെ എഴുതി. ഹെലികോപ്റ്റർ എവിടെയാണ്? ഹെലികോപ്റ്റർ നമ്മുടെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഇനി അടുത്ത നോക്കിക്കോളൂ, നമ്മുടെ തീവണ്ടിയാണല്ലേ. തീവണ്ടി, നമ്മുടെ റെയിൽപാളത്തിലൂടെ പോകുന്ന നമ്മുടെ തീവണ്ടി. ഒരുപാട് ആളുകളെ കയറ്റി പോകാൻ സാധിക്കും. ഒരുപാട് ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും നമ്മുടെ ട്രെയിനിൽ. ഇങ്ങനെ തീവണ്ടി എന്താ നമ്മൾ പാമ്പ് പോലെ എന്നൊക്കെ പറയാറില്ലേ. അപ്പം നമ്മുടെ തീവണ്ടി ഏതിലൂടെയാണ് സഞ്ചരിക്കുന്നത്? കരയിലൂടെയാണ്. അപ്പം തീവണ്ടി ഏതിലാണ്? കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ്. അടുത്ത് നോക്കിക്കോളൂ, നമ്മുടെ ഓട്ടോറിക്ഷയാണല്ലേ. നമ്മുടെ ഓട്ടോറിക്ഷ, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന നമ്മുടെ ഓട്ടോറിക്ഷ ഏതാണ്? കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് ഓട്ടോറിക്ഷ. ഓക്കെ അല്ലേ? ഇനി ഏതാ അടുത്തത്? നമ്മുടെ വഞ്ചി. നമ്മളല്ലെങ്കിൽ തോണി എന്നൊക്കെ പറയും അല്ലേ. വഞ്ചിയും തോണിയൊക്കെ ഏത് കൂടെ സഞ്ചരിക്കുന്നത്? വെള്ളത്തിലൂടെ പോകുന്ന വാഹനമാണ്. അപ്പം നമ്മൾ എന്തെഴുതി? വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവയാണ് ഏത്? നമ്മുടെ വഞ്ചി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മുടെ കപ്പലാണ്. കപ്പലും ഏതിലൂടെയാണ് സഞ്ചരിക്കുന്നത്? വെള്ളത്തിലൂടെ അല്ലേ. വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് നമ്മുടെ കപ്പൽ. അപ്പം അതും നമ്മളിതാ ഇവിടെ എഴുതി. വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ. ഇനി അടുത്ത് നോക്കിക്കേ, നമ്മുടെ കാറാണ് കേട്ടോ. കാറ്, നല്ല അടിപൊളി കാറുകൾ നിങ്ങൾ പലരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, നല്ല അടിപൊളി കാറുകൾ, കളർ കാറുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കാർ ഏതിൽ കൂടെ പോകുന്ന വാഹനമാണ്? കാറ് നമ്മുടെ കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ്. അപ്പോൾ നമ്മൾ അവിടെ കാറെന്ന് എഴുതി. അടുത്ത് നമ്മുടെ ബസ്സാണ്. നമ്മുടെ ബസ് സ്കൂളിലൊക്കെ പോകാൻ പലരും നമ്മുടെ സ്കൂൾ ബസ്സിലും ഒക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ബസ് ഏതിൽ കൂടെ പോകുന്നതാണ്? നമ്മുടെ കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് നമ്മുടെ ബസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ബോട്ടാണ്. ബോട്ട് ഇതാ ചിത്രത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ബോട്ട് ഏതിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ്? വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനമാണ് നമ്മുടെ ബോട്ട് അല്ലേ. ഇനി ലാസ്റ്റ് വൺ നമ്മുടെ വിമാനമാണ് മക്കളെ. വിമാനമാണ്. പക്ഷികളെ പോലെ ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കും. കുറേ ആളുകളെ കയറ്റി സഞ്ചരിക്കാൻ സാധിക്കുന്ന നമ്മുടെ വിമാനം ഏതാണ്? ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ കരയിലൂടെ സഞ്ചരിക്കുന്നവ ഏതൊക്കെയാണ്? കാളവണ്ടി, തീവണ്ടി, ഓട്ടോറിക്ഷ, കാറ്, ബസ്. ഇനി വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവ ആരൊക്കെയാണ്? വഞ്ചി, കപ്പൽ, ബോട്ട്. ഇനി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതോ? നമ്മുടെ ഹെലികോപ്റ്റർ, വിമാനം. അപ്പൊ പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എല്ലാ തവണയും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ഒരു ചോദ്യം എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.